ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നൊരു വെണ്ടയ്ക്ക കറിയാണ് ഉണ്ടാക്കണം കേട്ടോ. വെണ്ടയ്ക്ക പുളി എന്നൊക്കെ പറയും. അതിനുള്ള സാധനങ്ങളൊന്നും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടത്. ഇതാ വെണ്ടയ്ക്ക ഒരു 4 എണ്ണം അരിഞ്ഞിട്ടുണ്ട്, 4 5 എണ്ണം ആവാം. 2 തക്കാളി, പിന്നെ ഇതാ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒക്കെ കഴുകി അരിഞ്ഞ് വെക്കണം. ഇതാ ഉള്ളി നമുക്കൊന്ന് അരച്ചിട്ട്, തേങ്ങ അരയ്ക്കാത്ത കറിയാണ് കേട്ടോ. ഉള്ളി ഒന്ന് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് നമുക്ക് കറിയിൽ ആഡ് ചെയ്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഇത്തിരി എണ്ണ ഒഴിക്കണം കേട്ടോ. ഒന്നും അധികം എണ്ണ വേണ്ട. നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം. ഇത് അരയ്ക്കാനുള്ളതാട്ടോ. ഇത് അരച്ച് കഴിഞ്ഞാൽ നല്ല തിക്നെസ് കിട്ടും കറിക്ക്. നമുക്ക് തേങ്ങയൊന്നും അരച്ച് വെക്കാത്ത കറി ഇങ്ങനെ വെച്ചാൽ മതി, നല്ല തിക്നെസ് കിട്ടും കേട്ടോ. ഇതാട്ടോ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് പരിപ്പ് മതി. ഇത് നമുക്ക് അരപ്പ് അരയ്ക്കാം. ഞങ്ങൾക്ക് കുറച്ച് കറി വേണ്ടു കേട്ടോ, അതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പരിപ്പോ എല്ലാ പൊടികളും ഉള്ളി ചിലപ്പോൾ അധികം കൊടുത്താലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് കുറച്ച് മതി, അതാണ് ഒരു ഉള്ളി എടുത്തേക്കണത്. അതുപോലെ വെണ്ടയ്ക്ക തക്കാളിയൊക്കെ കൂട്ടി എടുക്കാം. നമുക്കിപ്പോൾ കുറച്ച് കറി മതി. ഇവിടെ കറി അധികം കഴിക്കില്ല, കുറച്ചേ കഴിക്കും. ഇപ്പോൾ കുറച്ച് കറിയേ വെക്കാറുള്ളൂ. അപ്പോൾ പരിപ്പൊന്ന് വെന്ത് വരട്ടെ. അപ്പം അതുപോലെ ഇന്ന് നമ്മുടെ അരിദോശയും ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, എപ്പോഴും ഇത് തന്നെയാണ് ഇവിടെ അരയ്ക്കുക, ഉള്ളിച്ചമ്മന്തി. അതാണ് അവർക്ക് കൂടുതലിഷ്ടം. എന്താ പരിപ്പിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. വേവിക്കാൻ വയ്ക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് എണ്ണയും ഇതാണ്ടോ, ഒരു നുള്ള് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പരിപ്പ് തിളച്ച് പോയില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതാട്ടോ വെണ്ടയ്ക്ക വഴറ്റാൻ വെച്ചിരിക്കുക. പരിപ്പിടാം, നല്ല വെന്തു കേട്ടോ പരിപ്പ്. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വാട്ടിയെടുക്കാം. നല്ലോണം വാട്ടിയിട്ട് വേണം വെണ്ടയ്ക്ക കൊട്ടാൻ, അല്ലെങ്കിൽ ഒരു വഴുവഴുപ്പ് പോലെ ഉണ്ടാവും കേട്ടോ വെണ്ടയ്ക്ക. ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ നന്നായി വെളിച്ചെണ്ണയിലോ ഓയിലായാലും നന്നായി ചൂടാക്കി എടുക്കണം. തക്കാളി പിന്നെ വഴറ്റണമെന്നൊന്നുമില്ല. തക്കാളി അങ്ങനെ പൊട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് വഴറ്റാം. കേട്ടോ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ആഡ് ചെയ്തു. പിന്നെ അരപ്പൊഴിച്ചു, അരപ്പിൽ കൂടി പുളി ഒഴിച്ചു. നിൽക്ക്, ഒതുങ്ങിയിരിക്കാടാ. എലച്ചിയുടെ കായപ്പൊടി ഇടാട്ടോ. കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ആഡ് ചെയ്താൽ വെണ്ടയ്ക്ക സാമ്പാറും ആക്കാം, വെണ്ടയ്ക്ക പുളിയും എന്നും പറയാം. നമ്മൾ തേങ്ങ അരയ്ക്കാത്ത കാരണം വെണ്ടയ്ക്ക സാമ്പാറെന്ന് പറയാൻ പറ്റില്ല, വെണ്ടയ്ക്ക പുളി. നമ്മൾ ഈ കായപ്പൊടിയും ഈ സാമ്പാർ പൊടിയൊക്കെ ഇടുന്ന മണത്തിനാണ് കേട്ടോ. അങ്ങനെയും ചെയ്യാം നമുക്ക്. അപ്പോൾ അത് നന്നായിട്ട് തിളക്കട്ടെ. ഇതാട്ടോ വെണ്ടയ്ക്ക കറി റെഡി. നല്ല തിക്നെസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇനി എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുകിടാം. മുളകും
കറുവേപ്പില ഇടാം. അപ്പോൾ കറി റെഡി കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറക്കരുത്, വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്കും പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. മറക്കണ്ട, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല നാടൻ വെണ്ടയ്ക്ക കറി റെഡി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.